അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ സപ്പോർട്ട് ചെയ്താനും മറക്കരുത്. 1/2 കിലോ അരി വെച്ചിട്ടുള്ള ബിരിയാണിയുടെ അളവാണ് ഞാൻ പറയുന്നത്. 2 വലിയ സവാള കനം കുറച്ചരിഞ്ഞത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം കനം കുറച്ചരിഞ്ഞ് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ബാച്ചായിട്ട് ഇട്ടെടുക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഈ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. 2 സവാള 2 ബാച്ചായിട്ട്. 1 കിലോ അരിയാണെങ്കിൽ ഒരു 5 സവാള എടുക്കേണ്ടതാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ബാച്ചും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അണ്ടിയും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കിലോ ചിക്കൻ എടുക്കുക. 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറുനാരങ്ങ നീര്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഷാജീരം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞതും, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇനി നമ്മൾ ദമ്മിടുന്നതിന് വേണ്ടി കുറച്ച് മാറ്റി വെക്കുക. പിന്നെ 1/2 കപ്പ് തൈര്, പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇവയെല്ലാം കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ മസാല. വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. പിന്നെ 1/2 കിലോ ബസുമതി അരി, ഇത് നന്നാക്കി കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 90% കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇതുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഷാജീരം എന്തെല്ലാം പൊടിച്ചില്ല, ആ പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 90% ഒരു 80-85% റൈസ് കുക്കായതിന് ശേഷം ഊറ്റിയെടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടായാൽ മതി. അതിന് മുകളിലേക്ക് നമ്മൾ റൈസും കൂടെ ചേർത്ത് ദം ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസ് 1/2 ടീസ്പൂണല്ല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഉണ്ടാവും. അത് ഇതിന് മുകളിലേക്ക് ദം ചെയ്യാൻ ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ്, മല്ലി, ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടി, മുന്തിരി, ഗരം മസാല ഇവയെല്ലാം ചേർത്ത് ദം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുക. പിന്നെ ഒരൊറ്റ വിസിൽ മാത്രം വിസിലടുപ്പിക്കുക. ശേഷം നമുക്ക് പ്രഷറെല്ലാം പോയതിന് ശേഷം റൈസ് ആദ്യം മാറ്റിയെടുക്കുക. റൈസ് ഫുള്ളും ചിക്കൻ്റെ തൊട്ട് മുമ്പുള്ള റൈസ് വരെ മാറ്റിയെടുത്തതിന് ശേഷം റൈസ് കണ്ടോ, ചിക്കന് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി, കൂടുതലൊന്നും വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ്, പഞ്ഞി പോലുള്ള റൈസാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്.